സ്വപ്നം കാണാൻ തയ്യാറല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ മെനക്കെടാത്തത് കൊണ്ട് ഒരു വീട്ടിൽ തന്നെ 40-50 കൊല്ലം കാര്യസ്ഥനായി കഴിയുന്ന അച്യുതൻ നായരെ പറ്റിയാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ ഒരു 500 കൊല്ലം മുമ്പ് ഈ ലോകത്ത് കാറില്ലായിരുന്നു, ടെലിവിഷനില്ലായിരുന്നു, ടെലിഫോണില്ലായിരുന്നു, ഓഫീസ് ബിൽഡിങ്ങുകളും അതുപോലെയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒന്നുമില്ലായിരുന്നു. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? സ്വപ്നം കാണാൻ കഴിവുള്ളവരാണ് അതെല്ലാം ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് അച്യുതൻ നായരും ഞാനും നിങ്ങളും ഒന്നും സ്വപ്നം കാണുന്നില്ല? അതാണ് ചോദ്യം. സ്വപ്നം കാണുന്നവർക്കുള്ളതാണ് ജീവിതത്തിലെ വിജയം. ഈ സ്വപ്നം കാണുക എന്ന് പറയുന്നത് രാത്രി നമ്മൾ കിടക്കുന്ന നേരത്ത് നമ്മുടെ അബോധമായ മനസ്സിലോ ബോധമനസ്സിലോ ഉണ്ടായി വരുന്ന ധാരാളം വിഷ്വൽസാണ്. ചിലപ്പോൾ നമ്മൾ പാമ്പ് കടിക്കുന്നതായിട്ടുള്ള സ്വപ്നം കാണും, ചിലപ്പോൾ ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കുന്നതായിട്ടുള്ള സ്വപ്നം കാണും. അങ്ങനെ വളരെ വിചിത്രമായ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആ സ്വപ്നമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന സ്വപ്നം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു തരം സ്വപ്നമുള്ളത് ദിവാസ്വപ്നം എന്ന് പറയും. നമ്മളിപ്പം ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ നമ്മുടെ മനസ്സ് വേറെവിടെയെങ്കിലും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഈ പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റു പലതും ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഐസ്ക്രീമിനെക്കുറിച്ചോ, ചിലപ്പോൾ യാത്ര പോകുന്നതിനെക്കുറിച്ചോ, രസകരമായ മറ്റെന്തെങ്കിലും ഉത്സവത്തിന് പോകുന്നതിനെക്കുറിച്ചോ, അങ്ങനെയൊക്കെ. അതാണ് ദിവാസ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ രാത്രികാലങ്ങളിൽ കാണുന്ന സ്വപ്നമോ ദിവാസ്വപ്നമോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വപ്നം. സ്വപ്നം എന്ന് പറയുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്ന ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള സ്വപ്നം എന്ന് പറയുന്നത്, നമ്മൾ ആലോചിച്ച് വളരെ നേരം ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ്. അതാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. ആ സ്വപ്നം ജനുവരി 1-ാം തീയതി നമ്മളൊരു സ്വപ്നം കാണുന്നു എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം ഇനി ഇങ്ങനെയാണ് നമ്മൾ കരുപ്പിടിപ്പിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. നമ്മുടെ ഭാവി ഇങ്ങനെയാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ ഇങ്ങനെയാണ്, ഈ റൂട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ജനുവരി 1-ാം തീയതി തീരുമാനിക്കുന്നു. ജനുവരി 15-ാം തീയതി ആകുമ്പോൾ ആ തീരുമാനം നമ്മൾ മാറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾ മറക്കുന്നു. അതുമല്ല, അങ്ങനെയുള്ള തീരുമാനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വപ്നം എന്ന് പറയുന്നത്.